ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ അപ്ഡേറ്റ്സിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നലെ വരെ കിട്ടിയിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഹോളിവുഡ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യാന ജോൺസിന്റെ റിലീസ് ഡേറ്റ് വീണ്ടും ഡിലേ ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു വർഷമാണ് അത് 2022 റിലീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2023 ജൂൺ 30 റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ഡിസ്നി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിലേ എന്ന ഒരു കാര്യം അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഓഫ് കോഴ്സ് കൊറോണയുടെ ഭാഗം ഉണ്ടാവും, അത് മാത്രമല്ല ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യാന ജോൺസ് 5 ഡിലേ ആയിരിക്കുകയാണ്. അടുത്തതായി മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഓമന പേരോട് വിളിക്കുന്ന ഡേവിഡ് ഫിഞ്ചറിന്റെ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ്. സോ ഈ ഒരു പുതിയ സീരീസിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വോയർ എന്നാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നിലവിൽ കിട്ടിയിട്ടില്ല. കിട്ടുന്ന വർഷം ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡേവിഡ് ഫിഞ്ചർ ഫാൻസും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നമ്മുടെ മൈൻഡ് ഹണ്ടറിന്റെ നെക്സ്റ്റ് സീസൺ വരാൻ വേണ്ടിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പ്രോജക്റ്റിനെ പറ്റി ഒരു ഇൻഫർമേഷൻ നോക്കി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നടക്കുകയാണെങ്കിൽ കാലക്കും, കാരണം കിഡിലും സീരീസ് ആണ്, ഒരു രക്ഷയില്ലാത്ത സീരീസ്. സോ മൈൻഡ് ഹണ്ടർ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ആ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുനോക്കുക. അടിപൊളി സീരീസ് ആണ്. ഓഫ് കോഴ്സ് കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, അത് വേറൊരു കാര്യം. കാരണം അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് എല്ലാം മറ്റൊരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു സീരീസ് ആണ്. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് പരിചയപ്പെടുത്തുകയാണ്. വിൻസോ എന്നാണ് ആപ്പിന്റെ പേര്. സോ ഇതിനകത്ത് ഇവർ മെയിൻ ആയിട്ട് 70 പരം ഗെയിംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പെയ്ഡും ഉണ്ട്, അതുകൂടാതെ ഫ്രീ ഗെയിംസും ഉണ്ട്. അങ്ങനെ ഈ ഒരു ഗെയിംസ് എല്ലാം കളിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസും വിൻ ചെയ്യാൻ സാധിക്കും. സോ ഗെയിംസ് കളിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് വിൻസോ. അങ്ങനെ ഇതിൽ നിന്നും നിങ്ങൾ ഏൺ ചെയ്യുന്ന എല്ലാ മണിയും തന്നെ നിങ്ങൾക്ക് പേടിഎം വഴിയോ UPI അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇതിന് പുറമെ വിൻസോ സ്റ്റോറിൽ നിങ്ങൾക്ക് മിന്ത്ര, ഹോട്ട്സ്റ്റാർ, ഡൊമിനോസ് പോലുള്ള ആപ്ലിക്കേഷൻസിൽ ഇവർ ഓഫറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഡെയിലി സ്പിന്നിലൂടെ അതിൽ നിങ്ങൾ ജയിക്കുന്ന സമയത്തും ഒരുപാട് സമ്മാനങ്ങൾ നേടാനുള്ള ഒരു അവസരവും ഇവിടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് സൈൻ അപ്പ് ബോണസ് ആയിട്ട് 50 രൂപയും നിങ്ങൾക്ക് ആഡ് ആവുന്നതായിരിക്കും. സോ ഫൈനലി ഇതാണ് വിൻസോ എന്ന ആപ്ലിക്കേഷൻ. ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഈ പറയുന്ന നമ്മുടെ മൈക്കിൾ കെയ്ൻ ഈ ആക്ടിംഗ് ചെയ്തതിൽ നിന്നും വിരമിക്കുകയാണ്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രമായിരിക്കും അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുവാണെങ്കിൽ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. അതായത് ശരിക്കും മൈക്കിൾ കെയ്ൻ ഇന്ന പോലെ തനിക്ക് 88 വയസ്സായി, എന്തായാലും സിനിമകളൊന്നും അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് റിപ്പോർട്ടേഴ്സ് അത് വളച്ചൊടിച്ച് താൻ എന്തായാലും വിരമിക്കുകയാണ് എന്ന രീതിയിൽ ഒരു അനൗൺസ്മെന്റ് പറഞ്ഞു എന്ന രീതിയിൽ ആക്കി മാറ്റുകയായിരുന്നു. ഇങ്ങയുടെ ആ ഒരു റിട്ടയർമെന്റിനെ പറ്റി ഞാൻ ആദ്യം കേട്ട സമയത്ത് ചിന്തിച്ചത് നോളന്റെ ഈ പറയുന്ന ഓപ്പൻഹൈമറിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്നാണ്. പക്ഷെ അക്കാര്യം പുള്ളി മാറ്റി പറഞ്ഞു, ഞാൻ എന്തായാലും ഓപ്പൻഹൈമറിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ നോളൻ ചിത്രങ്ങളിൽ ഉണ്ടാവാറുള്ള നമ്മുടെ അമ്മാവൻ ഇതിനകത്തും ഉണ്ടാവും. ബാറ്റ്മാൻ ബിഗിൻസിന് ശേഷമുള്ള എല്ലാ നോളൻ ചിത്രങ്ങളിലും ഈ പറയുന്ന മൈക്കിൾ കെയ്ന് ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ. ആൻഡ് ഇനി നോളന്റെ ഓപ്പൻഹൈമറിലേക്ക് വരുന്ന സമയത്ത് ഈ എമിലി ബ്ലണ്ടിനെ അദ്ദേഹത്തിന് നായികയായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞൊരു ചർച്ച നടക്കുന്നുണ്ട്. സോ നമ്മുടെ സിലിയൻ മർഫി അവതരിപ്പിക്കുന്ന റോബർട്ട് ഓപ്പൻഹൈമർ എന്ന ഒരു ക്യാരക്ടറിന്റെ വൈഫ് ക്യാരക്ടർ ആയിരിക്കും ഈ പറയുന്ന എമിലി ബ്ലണ്ട് ചെയ്യാൻ സാധ്യതയുണ്ടാവുക. ഇക്കാര്യം ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല, ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഹാർലി ക്വീനായിട്ടുള്ള മാർഗരറ്റ് റോബിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബാർബി എന്ന ചിത്രത്തിനകത്ത് റയൻ ഗോസ്ലിങ്ങിനെ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ചിത്രത്തിനകത്ത് കെൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ റയൻ ഗോസ്ലിംഗ് അവതരിപ്പിക്കുക. ചിത്രം ഇപ്പോഴും ഡെവലപ്മെന്റിലാണ്, ഇതുവരെ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ മെട്രിക്സിലോട്ട് വരുന്ന സമയത്ത് മെട്രിക്സ് ഫോർ റെസറക്ഷൻസിന് ഇപ്പോൾ 6 റേറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. ചിത്രത്തിലെ വയലൻസിനും അതുപോലെ തന്നെ യൂസ് ചെയ്ത ഡയലോഗ്സിലും ലാംഗ്വേജിലൊക്കെയാണ് ഈ പറഞ്ഞ 6 റേറ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ചിത്രം HBO മാക്സിലൂടെ ഡിസംബറിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇതുവരെ മെട്രിക്സ് ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ കാണാൻ ശ്രമിച്ചു നോക്കുക. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ജോൺ വിക്കിന്റെ സ്പിൻ ഓഫ് സീരീസ് ആയിട്ടുള്ള ദ കോണ്ടിനെന്റിൽ കോളിൻ വുഡലിനെ യങ് വിൻസ്റ്റന്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള മെൽ ഗിബ്സണും ഈ പറഞ്ഞ സീരീസിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആരായിട്ടാണെന്നൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. സീരീസിന്റെ പ്രൊഡക്ഷൻ എല്ലാം ഇപ്പോൾ ഓൺഗോയിങ് ആണ്, ഒന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല. കിട്ടുന്ന വർഷം ഞാൻ അറിയിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ കിയാനോ റിവ്യൂസ് ആവട്ടെ ഈ പറയുന്ന ജോൺ വിക്കിന് ചാപ്റ്റർ 4ന്റെ ആ ഒരു സ്റ്റൺ ടീമിന് അദ്ദേഹം $8000 വിലമതിപ്പ് വരുന്ന റോളക്സ് വാച്ച് അവരുടെ സ്റ്റൺ ടീമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫിലിമിൽ തന്റെ കൂടെ വർക്ക് ചെയ്തതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കിയാനോ റിവ്യൂസ് ആ ഒരു വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒട്ടും ഹേറ്റേഴ്സ് ഇല്ലാത്ത ആക്ടേഴ്സിൽ ഇങ്ങനെ മുൻപന്തിയിലാണ്, ഒന്നും പറയാനില്ല. അവിടെ നിന്ന് നമ്മുടെ ഡെനിസ് വില്ലിയനിയുടെ ഡ്യൂണിലേക്ക് വരുന്ന സമയത്ത് ഈ വർഷം പുറത്തിറങ്ങിയ വൺ ഓഫ് ദ എപ്പിക് സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ഡ്യൂൺ. ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആയ ഒരു ചിത്രം ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. പിന്നെ കേരളത്തിൽ തിയേറ്ററെല്ലാം തുറന്നതിനെ തുടർന്ന് ഈ മാസം 12-ാം തീയതി ഡ്യൂൺ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ചിത്രം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ആൻസെമ്പറിന്റെ മ്യൂസിക്കും വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞ് കിടിലം പടമാണ്. ആൻഡ് ഇപ്പോഴേ ഞാൻ പറയുകയാണ്, ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സിനിമയൊന്നും അല്ല. പ്രത്യേകിച്ച് ഇതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡ്യൂൺ പാർട്ട് 1 ഭയങ്കരധികം സ്ലോ പേസിലാണ് പോകുന്നത്. ആൻഡ് ഡെനിസ് വില്ലിയനോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ പാറ്റേൺ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ്. ആൻഡ് ഡ്യൂണിലേക്ക് വരുന്ന സമയത്ത് അത് ഭയങ്കരധികം ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയ വൻ വിജയമായ ഒരു സിനിമയാണ്. അപ്പോൾ അതിനെ തുടർന്ന് അതിന്റെ സീക്വൽ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്, അതായത് ഡ്യൂൺ പാർട്ട് 2. ഇക്കാര്യം ഈ ചിത്രത്തിലെ ലീഡ് റോൾ ചെയ്യുന്ന നമ്മുടെ ടിമോത്തി ഷാലമിയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡ്യൂൺ എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഒരു ട്രയോളജി എന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഡെന്നിസ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡ്യൂൺ പാർട്ട് 2 ചെയ്തതിന് ശേഷം ഡ്യൂൺ മിഷിഹ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇദ്ദേഹം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഡ്യൂൺ പാർട്ട് 2നെ പറ്റി ചോദിക്കുന്ന സമയത്ത് പാർട്ട് 1 പോലെ ഭയങ്കരധികം ഡയലോഗ് മാത്രമല്ലാണ്ട് ഡയലോഗ് സീൻസ് എല്ലാം കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് ആക്ഷൻ സീക്വൻസുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡ്യൂൺ പാർട്ട്
പാർട്ട് 1 എന്ന് പറയുന്ന ഒരു ചിത്രം തന്നെ ആ ഒരു വേൾഡ് നമുക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയും അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ കുറച്ച് പേര് പറയുന്ന പോലെ ഡ്യൂൺ പാർട്ട് 2 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ട ഡ്യൂൺ പാർട്ട് 1. അപ്പം നമ്മൾ കണ്ടത് വെറും ഒരു ട്രെയിലർ മാത്രമാണ്. ഇനിയാണ് വൻ വിഷയങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. ആൻഡ് ഒരു ഇന്റർവ്യൂവിൽ ഇന്നപോലെ ഒരാൾ ചോദിക്കേണ്ടായി, അതായത് എന്തുകൊണ്ടാണ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒന്നും ഉൾപ്പെടുത്താതിരുന്നതെന്ന്. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത്, എനിക്ക് ബേസിക്കലി ഈ പറയുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് തീരെ ഇഷ്ടമല്ല. എന്റെ ഫിലിംസിലെ ദ വെരി ഫൈനൽ ഫ്രെയിം എന്തെങ്കിലും ഒരു എമോഷൻ കൺവേ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഫൈനൽ ഇമോഷനെ റോയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീൻസ് ഞാൻ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ ചിത്രങ്ങളിൽ ഞാൻ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനിയൊട്ടും ഉപയോഗിക്കാൻ പോകുന്നുമില്ല. ആൻഡ് ഡ്യൂൺ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ അടക്കം ഒരു പോഡ്കാസ്റ്റിൽ എനിക്ക് ഡ്യൂൺ ഭയങ്കര പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ആക്ഷൻ ഫോട്ടോഗ്രാഫിയും അതിനോടൊപ്പം CGയും ഒരു സീംലെസ് ആയിട്ട് ഒരു ഒഴുക്കായിട്ട് ആ ഒരു ചിത്രം പോകുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ഈ ഒരു ചിത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഒരു പോഡ്കാസ്റ്റിൽ പറയുകയുണ്ടായി. അവിടെ നിന്ന് നമ്മുടെ ക്വിന്റിൻ ടാരന്റിനോ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം മേ ബി കിൽ ബിൽ 3 ആവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഒരു റൂമർ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിനകത്ത് എന്നെ പോലെ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് ആളുകളെ ഒന്ന് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഇക്കാര്യത്തിനെ പറ്റി അദ്ദേഹം വെറുതെ പറഞ്ഞതാവും, അല്ലെങ്കിൽ മേ ബി ശരിക്കും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റത്തില്ല. ആൻഡ് നമ്മുടെ റയൻ റെനോൾഡ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്നാൽ തന്റെ അടുത്ത ചിത്രമായിട്ടുള്ള സ്പിരിറ്റഡിന് ശേഷം അദ്ദേഹം കുറച്ച് നാളത്തേക്ക് ഈ പറഞ്ഞ ആക്ടിങ്ങിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര നാൾ നീണ്ടിരിക്കുന്ന ഒരു ബ്രേക്ക് ആണെന്ന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം. ഡെഡ്പൂൾ ഫിലിംസിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു മാനറസ് എന്നൊക്കെ പറയുന്നത് കിഡിലമാണ്, ഒരു രക്ഷയില്ല. ആൻഡ് ഇതേ ആറ്റിറ്റ്യൂഡ് മാനറസും ആയിരുന്നു ഫ്രീഗ എന്ന ചിത്രത്തിനകത്തും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാര്യം ആ ഒരു സിനിമയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയി എന്ന് പറയുന്നത് മറ്റൊരു കാര്യം. ആൻഡ് ഹുളു ഒറിജിനൽ സീരീസ് ആയിട്ടുള്ള നമ്മുടെ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന സീരീസ് അതിന്റെ സെക്കൻഡ് സീസൺ നവംബർ 19 മുതൽ ഹുളുയിലൂടെ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക, അത്യാവശ്യം നല്ലൊരു സീരീസ് ആട്ടോ. എൽ.എ. ഫാനിക്, നിക്കോളസ് ഹോൾട്ട് ഒക്കെ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ ഒരു സീരീസ് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സീരീസ് ആയിട്ട് എനിക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെട്ടു. ആൻഡ് ഈ വരുന്ന നവംബർ 18 ഗോസ്റ്റ് ബസ്റ്റേഴ്സിന്റെ പുതിയ ചിത്രമായിട്ടുള്ള ആഫ്റ്റർ ലൈഫ് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെ ട്രെയിലർ ആൾറെഡി വന്നിട്ടുണ്ട്, കണ്ടുവെക്കുക. അതിനെ തുടർന്ന് നമ്മുടെ ടോം ഹോളന്റെ അൺചാർട്ടഡിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സോണി ഈ പറയുന്ന ട്രെയിലറൊക്കെ അങ്ങ് പുറത്തിറങ്ങി മനുഷ്യനെ അങ്ങ് വഷളാക്കി വിടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ശരിക്കും ആ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഗെയിമുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അൺചാർട്ടഡ് ഗെയിംസ് കളിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ട്രെയിലറിലെ ഒരുപാട് ഷോട്ട്സ് നമ്മൾ ഗെയിമിൽ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് വീഴുന്ന ആ ഒരു സീക്വൻസ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു അൺചാർട്ടഡ് 3 കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അടുത്ത വർഷം അതായത് 2022 ഫെബ്രുവരിയിലാണ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ മാസം നമ്മുടെ നോവേ ഹോം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ അൺചാർട്ടഡ് വരുന്നുണ്ട്. ടോം ഹോളണ്ടിന് നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, വാ തുറന്നാൽ പോയി കംപ്ലീറ്റ് സ്പോയിലി. പക്ഷേ ഇപ്രാവശ്യം സോണി മാർവലൊക്കെ അത് ഭയങ്കര ഉഷാറായിട്ട് അവൻ വാ തുറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് അധികം ഒന്നും വന്നില്ല. ബട്ട് എങ്കിലും യോഗമില്ല അമ്നിയെ പായാണ്ട് മടക്കിയാളി എന്തുമാത്രം ലീക്കായിരുന്നു ഈ പറഞ്ഞ നോവേ ഹോമിനെ ബന്ധപ്പെട്ട്. അവിടെ നിന്ന് നമ്മുടെ മാർവൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോം റീസെന്റ് ആയിട്ട് എംപയർ മാഗസിൻ ഈ പറഞ്ഞ നോവേ ഹോമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റിൽ ഷോട്ട്സ് എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് സ്പൈഡർമാൻ ഒരു ബിഹൈൻഡ് ദ സീൻ, പിന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ, പിന്നെ ഡോക്ടർ ഒക്ടോബസിന്റെ 2-3 ഷോട്ട്സ്. അത് മാത്രമല്ല നോവേ ഹോമിന്റെ മറ്റൊരു പോസ്റ്ററിനകത്ത് സൈഡിൽ സാൻഡ്മാന്റെ കൈ കാണിച്ചുകൊണ്ട് സാൻഡ്മാനും ഈ ഒരു ചിത്രത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൺഫേം ചെയ്തിരിക്കുകയാണ്. ആൻഡ് അത് കഴിഞ്ഞ് ഇതിനെപ്പറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നോവേ ഹോമിന്റെ ഫസ്റ്റ് ട്രെയിലറിനകത്ത് ഒരുപാട് ഫേക്ക് ഷോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അത്ര. അതായത് ഇതിന് മുമ്പത്തെ മാർവൽ ട്രെയിലേഴ്സിൽ അവർ യൂസ് ചെയ്ത പോലെ തന്നെ ഒരുപാട് ഫേക്ക് ഷോട്ട്സ് ഈ ഒരു ട്രെയിലറിനകത്തും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കണ്ടതെല്ലാം തന്നെ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിൽ ഏതൊക്കെയാണ് ഫേക്ക് എന്ന് നമുക്ക് സത്യമായിട്ടും അറിയത്തില്ല കേട്ടോ. ഇവിടെ നമ്മുടെ സ്പൈഡർമാനുമായിട്ട് ഒന്നും പുറത്ത് പറയാതെ കടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നമ്മുടെ ടോം ഹാർഡി ഉണ്ടല്ലോ, പുള്ളി വെനോമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം ചുമ്മാ വാരി ഇടുന്നുണ്ട്. ഇപ്പൊ പോലും റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രത്യേക പിക്ചർ പോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. അതായത് നമ്മുടെ സ്പൈഡർമാനെ വെനം കഴിക്കുന്ന രീതിയിൽ ഒരു ഷോട്ട് ആയിരുന്നു അത്. അതിന് താഴെയായിട്ട് ഹാപ്പി ഹോളിഡേസ് ആൻഡ് ഹാലോവിൻ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനി ഇറങ്ങാൻ പോകുന്ന നമ്മുടെ നോവേ ഹോമിനെ എങ്ങാനും വെനത്തിനെ കാണിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. കാരണം വെനത്തിന്റെ ആ ഒരു പോസ്റ്റ് സീൻസിൽ ആൾറെഡി സ്പൈഡർമാനെ കാണിച്ചു കഴിഞ്ഞു. സോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, എന്തായാലും കണ്ടറിയാം. ഇവിടുന്ന് അങ്ങനെ ഹൾക്കിലേക്ക് വരുന്ന സമയമാണെങ്കിൽ അടിപൊളി ഒരു അപ്ഡേറ്റ് ആയിട്ടിരിക്കേണ്ട. അതിന്റെ ഒരു റൂമറാണ് എങ്കിൽ പോലും ഹൾക്കിന് സ്പെഷ്യൽ ആയിട്ടൊരു സോളോ മൂവി വരികയാണ്, അതും വേൾഡ് വാർ ഹൾക്ക് എന്ന് പറയുന്ന ഒരു കോമിക്കിനെ ആസ്പദമാക്കി. സോ ഈ ഒരു ചിത്രം 2022 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ റൂമർ വരുന്നുണ്ട്. ആൻഡ് ഈ വരാൻ പോകുന്ന ഡിസ്നി വേൾഡിൽ ഇതിനെപ്പറ്റി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടുമെന്നും ഒരു റൂമർ നടക്കുന്നുണ്ട്. സോ ഡിസ്നിയുടെ കഴിയുകയാണെങ്കിൽ നമുക്ക് ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കൺഫർമേഷൻ റെഡി ആകും. വേണം, ഹൾക്കിന് ഒരു സോളോ മൂവി വന്നേ പറ്റുള്ളൂ. കാരണം ഹൾക്കിനെ നമ്മുടെ മാർവലായിട്ട് വല്ലാണ്ടങ്ങ് വഷളാക്കി വിട്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഈ പറയുന്ന മാർവൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്? തീരെ എനിക്ക് മാർവലിനോട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഹൾക്കിനെ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഇല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ഹൾക്കിൽ കാണിച്ച പോലെങ്കിലും കാണിക്കായിരുന്നു. അതുമില്ല, ഇതൊരുമാതിരി ആളെ വടിയാക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ. പക്ഷേ അപ്പോൾ ഈ ഒരു വേൾഡ് വാർ ഹൾക്ക് എന്ന് ഈ പറയുന്ന ഒരു സോളോ മൂവി വരികയാണെങ്കിൽ ഭയങ്കര റഗഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന രീതിയിലെങ്കിലും കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ ഒരു സോളോ മൂവി പറ്റിയുള്ള ലീഡ് നമ്മുടെ ഷീ ഹൾക്ക് സീരീസിൽ വരുമെന്നും ഒരു റൂമർ പറയുന്നുണ്ട്, അറിയത്തില്ല. എന്തായാലും ഹൾക്കിന് ഇങ്ങനെ ഒരു ചിത്രം വരികയാണെങ്കിൽ അത് കലക്കും. ആൻഡ് അതിനെ തുടർന്ന് ആൻഡ്മാനിലേക്ക് വരുന്ന സമയത്ത് പുതിയ ചിത്രത്തിന്റെ പേരായിട്ടുള്ള ക്വാണ്ടമാനി എന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓഫ്കോഴ്സ് ഒരുപാട് മാർവൽ സിനിമാസ് വീണ്ടും ഡിലേ ആയിരിക്കുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ചും തോർ ലവ് ആൻഡ് തണ്ടറും വക്കാൻഡ ഫോറെവറും മാർവൽസും ആൻഡ്മാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഡിലേ ആയിരിക്കുകയാണ്. സോ നിലവിലെ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ ഇതെല്ലാം ഡിലേ ആയിരിക്കുന്ന ടെക്നിക്കൽ
ഇഷ്യൂസ് കാരണം കൊണ്ടാണ്. സോ ഇപ്പോൾ നമ്മുടെ മാർവൽസ് ആയിട്ട് ഒരുപാട് ഓൺഗോയിങ് പ്രോജക്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഇപ്പോൾ ഡിലേ ആയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. എങ്ങനെ പോയാലും പടങ്ങളെല്ലാം വീണ്ടും മാസങ്ങളോളം ഡിലേ വന്നിരിക്കുകയാണ്. ഇനിയും കണ്ടറിയണം ഏത് വർഷം കഴിഞ്ഞ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. അതിനുശേഷം വരുന്ന ഒരു വലിയ റൂമർ എന്താണ് നോക്കുന്ന സമയത്ത് നമ്മുടെ റൂസർ ബ്രദേഴ്സ് വീണ്ടും മാർവലിലേക്ക് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരികയാണെന്നൊക്കെ പറഞ്ഞ് ഒരു റൂമർ നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ കെവിൻ ഫെയ്ഗ് അടുത്ത ചിത്രം ഈ പറയുന്ന റൂസർ ബ്രദേഴ്സിനെ വെച്ച് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സ്റ്റിൽ ഇതാരും തന്നെ കൺഫേം ചെയ്തിട്ടില്ല, ഒരു റൂമർ തന്നെയാണ്, നമുക്ക് നോക്കാം. അവിടെ നിന്ന് അങ്ങനെ എറ്റേണൽസിലേക്ക് വരുന്ന സമയത്ത് ഈയിടെയാണ് അതിന്റെ വേൾഡ് പ്രീമിയർ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുപാട് ഫാൻസിനും ആ ഒരു ചിത്രം കാണാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഓരോരുത്തരും കണ്ട ശേഷം പറയുന്നത് ഒരു മിക്സഡ് റിവ്യൂ ആണ് ടോട്ടലായിട്ട് കിട്ടുന്നത്. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഈ ഒരു സിനിമയിലെ ട്രീറ്റ്മെന്റ് ഒക്കെ വ്യത്യാസമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റം പറഞ്ഞു. ഇക്കാര്യം നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണ മാർവൽ സിനിമാസ് പോലെ അല്ല ഈ ഒരു ചിത്രം വന്ന്. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ എന്താ ഇത് കണ്ടിറങ്ങിയപ്പോൾ ഒരു DC ഫിലിം കണ്ടിറങ്ങിയ ഫീലാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. സ്റ്റിൽ എന്തർത്ഥത്തിലാണ് ഒരു DC ഫിലിം എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞു എന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ എങ്ങനെയായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. തിയേറ്റർ റിലീസൊക്കെ ഉണ്ടല്ലോ, എന്തായാലും നോക്കാം. അത് കഴിഞ്ഞ് വലിയൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാനിയൽ ക്രേഗ് അദ്ദേഹത്തിന് MCUയിൽ ഒരു വില്ലൻ റോൾ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട രീതിയിൽ ഒരു ന്യൂസ് വരുന്നുണ്ട്. ജെയിംസ് ബോണ്ട് കഴിഞ്ഞതും പുള്ളി നേരെ വരുന്നത് MCUയിൽ വില്ലൻ ആവണമെന്നൊക്കെ പറഞ്ഞു. കുറ്റം പറയാൻ പറ്റത്തില്ല, ആൾ വരുവാണെങ്കിൽ കലക്കും. ആൻഡ് ആൻമാൻ 3 അതായത് ക്വാണ്ടം മാനിയിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ബിൽ മുറയെ കാസ്റ്റ് ചെയ്ത രീതിയിൽ പറയുന്നുണ്ട്. ഇത് കൺഫേം ആയിട്ടില്ല, ഇദ്ദേഹം ഏത് റോൾ ചെയ്യാൻ പോകുന്നതെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ എന്തായാലും അദ്ദേഹം ഉണ്ട് എന്ന രീതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നീട് മാർവലിന്റെ ഭാഗത്ത് നിന്നും കോമിക് ക്യാരക്ടറായി നോവയെ ആസ്പദമാക്കി ഒരു പ്രോജക്റ്റ് വരാൻ പോവുകയാണ്. അത് സിനിമയാണോ സീരീസ് ആണോ എന്ന് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും ഒരു പ്രോജക്റ്റ് വരാൻ പോവുകയാണ് എന്ന രീതിയിൽ ഒരു ചർച്ച നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം ഉറപ്പിക്കാറായിട്ടില്ല, കാരണം മാർവൽ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ഓൺഗോയിങ് പ്രോജക്ട്സ് പോകുന്നുണ്ട്. സോ ഇതിന്റെ ഇടയിൽ ഒരു പ്രോജക്റ്റും കൂടെ ഇൻവോൾവ് ചെയ്ത് അതിനെങ്ങനെയൊക്കെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇത്രയാണ് മാർവലിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ DCയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ ബാറ്റ്ഗേൾ ചിത്രത്തിന്റെ ലൈവ് ആക്ഷൻ കൺഫേം ചെയ്തിട്ടും അതിന്റെ കോൺസെപ്റ്റ് ആർട്ട് എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ബാറ്റ്ഗേളുടെ ആ ഒരു ഐക്കോണിക് റെഡ് ഹെയർ എല്ലാം റിവീൽ ചെയ്യുന്ന രീതിയിലൊരു ഫ്രെയിം ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെൻഡൻ ഫ്രേസറിനെ ബാറ്റ്ഗേൾ ചിത്രത്തിലെ വില്ലൻ ആയിട്ടുള്ള ഫയർഫ്ലൈ ആയിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മമ്മി ഫിലിംസ് കണ്ടവർക്ക് ഇദ്ദേഹം ആരാണെന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് അറിയും. സോ ഇദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ഈ പറയുന്ന ബാറ്റ്ഗേൾ ഫിലിംസിൽ വില്ലൻ ആയിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശേഷം നമ്മുടെ പാറ്റി ജെങ്കിൻസ് ആവട്ടെ വണ്ടർ വുമൻ 3 ഡെവലപ്മെന്റിലാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. സോ വണ്ടർ വുമൻ 3 നമ്മുടെ പാറ്റി ജെങ്കിൻസ് തിരിച്ചു വരികയാണെന്ന് പറയുന്ന ഒരു കാര്യം ഇതിനോടകം കൺഫേം ആയിരിക്കണം. കഴിഞ്ഞ വന്ന DC ഫാൻഡമിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ ഇത് ബാറ്റ്മാനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ചിത്രത്തിന്റെ ഹോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് $100 മില്യൺ ആണെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ടെക്നിക്കലി കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ റിലീസ് ചെയ്ത ഏത് ബാറ്റ്മാൻ മൂവീസിനേക്കാളും ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഈ ചിത്രത്തിനാണ്. 1989 ടിം ബർട്ടന്റെ ബാറ്റ്മാൻ, അതായത് നമ്മുടെ മൈക്കിൾ കീറ്റൻ ബാറ്റ്മാൻ ചിത്രത്തിന് ഏകദേശം $68 മില്യൺ അന്ന് ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഇത്രയും വർഷത്തിന് ഇപ്പുറം വരുന്ന സമയത്ത് ഈ ചിത്രത്തിനാകെ $100 മില്യൺ ഉള്ളൂ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ബഡ്ജറ്റാണ്. എന്തോ ദൈവം സഹായിച്ച് DCയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വീണ്ടും ഡിലേ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. മാർച്ച് മാസം ബാറ്റ്മാൻ റിലീസ് ചെയ്യാൻ പോവാണ്, ജൂലൈ മാസം ബ്ലാക്ക് ആഡം വരുന്നുണ്ട്, നവംബർ മാസം നമ്മുടെ ഫ്ലാഷും വരാൻ പോവാണ്. സോ ഈ പറഞ്ഞ ചിത്രങ്ങളെല്ലാം തന്നെ 2022 പുറത്തിറങ്ങും എന്നാണ് ഇപ്പോൾ നിലവിൽ കൺഫേം ആയിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഈ പറയുന്ന DCയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഫാൻഡം ഇവന്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതിനെ തുടർന്ന് എന്തായാലും അധികം അപ്ഡേറ്റ് ഒന്നും ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ആനിമയിലേക്ക് വരുന്ന സമയത്ത് യുവർ നെയിം, വെദറും വിത്ത് 5 cm/s, ഗാർഡൻ ഓഫ് വേർഡ്സ് പോലുള്ള ചിത്രങ്ങളെല്ലാം എടുത്തിരിക്കുന്ന മക്കോട്ടോ ഷിങ്കൈ അദ്ദേഹം അടുത്ത ചിത്രത്തിന് വേണ്ടിയുള്ള സ്റ്റോറി ബോർഡ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത ചിത്രം ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞ് അന്നൊരു റൂമർ എന്ന രീതിയിൽ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കണ്ടു നോക്കാം എന്താണ് അത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ന്യൂസ് ആണ്. എന്താണെന്നാൽ ഇപ്പോൾ ആനിമേസിനെ ഒരുപാട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ പ്രൈം, ഡിസ്നി പ്ലസ് പോലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആനിമേസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്നിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ 4 ആനിമി പ്രോജക്ട്സ് അവർ വർക്കിംഗിലാണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സിലാവട്ടെ കോമിക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സീരീസ് ഇപ്പോൾ സ്ട്രീമിംഗും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺഗോയിങ് സീരീസ് ആണ്. അപ്പോൾ എന്തായാലും വീക്ക്ലി ഓരോ എപ്പിസോഡ് വെച്ച് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആവും. സോ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരെ കാണാൻ ശ്രമിച്ചു നോക്കാൻ നല്ലൊരു സീരീസ് ആണ്. ഞാൻ മംഗ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ മോബ് സൈക്കോ 100 എന്ന് പറയുന്ന ഒരു സീരീസിന്റെ സീസൺ 3 ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സ്റ്റുഡിയോ ബോൺസ് ആയിരിക്കും 3rd സീസൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ കൺഫേംഡ് അല്ല. സ്റ്റുഡിയോ ബോൺസ് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ സെയിം ക്രൂ തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ആൻഡ് 2022 എയർ ചെയ്യാൻ പോകുന്ന ആനിമേ ആയിട്ടുള്ള ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന ഒരു സ്പോർട്ട് ആനിമയുടെ കീ വിഷ്വൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. സ്പോർട്ട് ആനിമേ പ്രേമികരെ കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സീരീസ് എന്ന് വേണമെങ്കിൽ ബ്ലൂ ലോക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഹൈക്കു എന്ന് പറയുന്ന ഒരു മികച്ച സ്പോർട്ട് ആനിമയ്ക്ക് ശേഷം ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സ്പോർട്ട് ആനിമേ തന്നെയാണ് ഈ പറയുന്ന ബ്ലൂ ലോക്ക്. അതെങ്ങനെയാണ് ഇനി വർക്കൗട്ട് ആവാൻ പോകുന്നത് നമുക്ക് കണ്ടറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ജുജുത്സു കൈസനിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പുതിയ ഫിലിമിന്റെ കുറെ കീ വിഷ്വൽസും പോസ്റ്റേഴ്സ് എല്ലാം അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഔട്ടിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞാലേ പറ്റുള്ളൂ. ആൻഡ് ഡോണ്ട് ടോയ് വിത്ത് മീ നഗറ്റോറോ എന്ന് പറയുന്ന സീരീസിന്റെ 2nd സീസൺ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു സീരീസ് തന്നെയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ലവ് ഈസ് വാർ, അതായത് നമ്മുടെ കഗുയ സാമയുടെ സീസൺ 3 ഏപ്രിൽ മാസം 2022 റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എക്സാക്ട് ആയിട്ട് എപ്പോഴാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഏപ്രിൽ മാസം ഉണ്ടാവുമെന്ന് മാത്രം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ മംഗയിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ് റൂം ഓഫ് എലൈറ്റിന്റെ 2nd ഇയർ മംഗ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആദ്യം പറയാലോ, ഞാൻ കണ്ടതിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ക്ലാസ് റൂം
ബോട്ടം ഓഫ് എലൈറ്റ് ആണ്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ആ ഒരു സീരീസിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. ഈ സീരീസിലെ മെയിൻ ക്യാരക്ടറിന്റെ മൈൻഡിലൂടെ തന്നെയാണ് ഈ ഒരു ഹോൾ സീരീസ് നടന്നു പോകുന്നത്. ഞാൻ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു നല്ലൊരു പ്ലോട്ടും ഈ ഒരു സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് 2018 റിലീസ് ചെയ്തിട്ട് ഇതുവരെ ഒന്നും തന്നെ മുമ്പോട്ട് അതിന് കൊണ്ടുപോയിട്ടില്ല. സോ ഇപ്പോൾ മങ്ക അനൗൺസ് ചെയ്തതിനെ തുടർന്ന് സീസൺ 2 വൈകാതെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ മാസം 25-ാം തീയതിയാണ് ഈ ഒരു സീരീസിന്റെ മങ്ക റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഇന്നലെ വരെ കേട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഹോളിവുഡ്, മാർവൽ, DC കൂടാതെ ആനിമെ, മങ്ക അപ്ഡേറ്റ്സ്. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള സിനിമാ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുപോലൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.